തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയില്ല എങ്കിൽ കൊന്നുകളയുമെന്ന് CPM ലോക്കൽ സെക്രട്ടറിയുടെ ഭീഷണി. അഗളി 18-ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി രാമകൃഷ്ണനെയാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജംഷീർ ഭീഷണിപ്പെടുത്തിയത്. അട്ടപ്പാടിയിലെ CPM മുൻ ഏരിയ സെക്രട്ടറിയായിരുന്നു രാമകൃഷ്ണൻ. ആ ഭീഷണി സന്ദേശം കേൾക്കാം. ആവേശപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ പാർട്ടിയെ തോൽപ്പിക്കാൻ പാടില്ല. എനിക്ക് ഇനി നമ്മുടെ പാർട്ടിയൊന്നുമില്ല. പിന്നെ ആകാശത്തും മേലോട്ട് നോക്കിയാൽ ആകാശം കീഴോട്ട് നോക്കിയാൽ ഭൂമി. അത് പറ്റില്ലെന്ന് അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്ന കൊള്ളയൊക്കെ ഞാൻ പറയാ. എന്റെ സാഞ്ചേട്ടാ ഒന്ന് പറയണിക്ക് ഇത് തോറ്റാലും ജയിച്ചാലും ഞാൻ ഇനി ഇത് ഏത് ഒടയതമ്പുരാം എന്ന് പറഞ്ഞാലും ശരി, എനിക്ക് വോട്ട് ചിലപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ മാറില്ല. സാക്ഷാൽ ഒടയതമ്പുരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ എന്റെ അപ്പൻ ഒന്നേ ഉള്ളു, അത് വാഴക്കാട്ട് രാഘവനാണ്. എന്നിട്ട് ഞങ്ങൾ തന്നെ നിങ്ങളെ കൊല്ലേണ്ടി വരുമോ? ഞങ്ങൾ തന്നെ നിങ്ങളെ കൊല്ലേണ്ടി വരും. അത് നിങ്ങൾ പറഞ്ഞ ഇപ്പൊ ഇവിടെ ഇവനെ കൊന്നില്ലേ, അവനെ കൊന്നിട്ടുണ്ട്. നമ്മൾ അത് ഇപ്പൊ സ്നേഹത്തോടെ സംസാരിച്ചു. പിന്നെന്താ ഇനി അത് പറ്റില്ലെന്ന്. ഇനി അത് പറ്റില്ലെന്നോ? അതാ സാഞ്ചേട്ടാ എന്താണ് പ്രശ്നം? നിങ്ങൾ എന്നെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞോ. തട്ടിക്കോ. എന്തൊരു വളരെ സ്വാഭാവികമായിട്ട് ഒരാളെ തട്ടിക്കളയുമെന്ന് പറയണം. ഗോകുൽ, ഇത് എങ്ങനെയാണിത് പറയാൻ കഴിയുന്നതെന്നാണ് ഇപ്പോൾ വളരെ സ്നേഹത്തോടെ പറയുന്നു. ഞങ്ങൾ തന്നെ നിങ്ങളെ കൊല്ലേണ്ടി വരും, അവസാനം തട്ടിക്കളയും. അദ്ദേഹം എനിക്ക് തോന്നുന്നു രാമകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ ധൈര്യസമേതം തന്നെയാണ് പ്രതികരിക്കുന്നത്. എനിക്ക് മുകളിലേക്ക് നോക്കിയാൽ ആകാശവും താഴേക്ക് നോക്കിയാൽ ഭൂമിയുള്ളൂ, വേറെ ഒരു ചുക്കും ചെയ്യാനല്ല. ഉടയതമ്പുരാൻ വന്ന് പറഞ്ഞാലും ഞാൻ പിന്മാറുന്ന ലക്ഷ്യമില്ല എന്നാണ്. ഇതിപ്പോൾ പാർട്ടി വിട്ടുപോയതിൻ്റെ കലിപ്പാണോ, ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തെ ദേഹോപദ്രവം ഏൽപ്പിക്കാൻ വല്ല ശ്രമങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വല്ലതും നടന്നിട്ടുണ്ടോ? ഈ ജംഷീറിനെതിരെ അദ്ദേഹം പോലീസിൽ പരാതി നൽകി. ഇതൊരു വധഭീഷണിയാണല്ലോ, പോലീസിൽ പരാതി നൽകേണ്ടതാണല്ലോ. ഈ രാമകൃഷ്ണൻ അല്പസമയത്തിനുള്ളിൽ പോലീസിൽ പരാതി നൽകുമെന്നാണ് അറിയിക്കുന്നത്. അട്ടപ്പാടി ഏരിയ സെക്രട്ടറി ആയിരുന്നു രാമകൃഷ്ണൻ പണ്ട്. അത്തരത്തിൽ പാർട്ടിയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് ഏകദേശം ഒരു 6 വർഷം മുൻപ് രാമകൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. പിന്നീട് ഈ തിരഞ്ഞെടുപ്പിൽ ആ വാർഡിലുള്ള അഗളി 18-ാം വാർഡിലുള്ള ജനങ്ങൾ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് താൻ മത്സരിക്കുന്നു എന്നുള്ളതാണ് രാമകൃഷ്ണൻ പറയുന്നത്. അങ്ങനെ മത്സരിക്കുന്നതിനിടയിലാണ് ഇന്നലെ രാത്രി ഇത്തരത്തിൽ ഫോണിൽ വിളിച്ച് ജംഷീർ ഭീഷണിപ്പെടുത്തിയത്. താൻ സ്നേഹത്തോടെ പറഞ്ഞു ഇനിയും നിന്നാൽ താൻ തട്ടിക്കളയുമെന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾക്ക് നിങ്ങളെ കൊല്ലേണ്ടി വരും, എത്ര സ്നേഹത്തോടെ ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ രീതിയിലൊക്കെയാണ് നമ്മൾ ഈ സിനിമയിലാണ് ഇത്തരത്തിലുള്ള മൃദുലമായ ഭാഷയിലൂടെ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ കാണാറ്. ഇത് റിയൽ ലൈഫിൽ ഇത്തരത്തിലൊരു കാഴ്ച നമ്മൾ കാണുന്നു. വളരെ മൃദുലമായി സംസാരിച്ച് പിന്നെ പെട്ടെന്ന് ഞങ്ങൾക്ക് തന്നെ നിങ്ങളെ കൊല്ലേണ്ടി വരുമെന്നൊക്കെ ഏതോ ഒരു ആ രീതിയിലുള്ളൊരു പെരുമാറ്റമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംസാരമാണ് ജംഷീറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കുന്നത്. നമ്മുടെ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ പല ആളുകളും മത്സരിക്കാറുണ്ട്. രാമകൃഷ്ണൻ സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത്. അയാൾ അവിടെ ഒരു പൊതുപ്രവർത്തകനാണ്. സ്വാഭാവികമായും അതിൻ്റെതായ വോട്ടുകളൊക്കെ ആളെ പിടിക്കും. പക്ഷേ അതിൽ പ്രവർത്തിച്ചാണ് ജയിക്കേണ്ടത്. മറിച്ച് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി ഒരു സ്ഥാനാർത്ഥിയെ മത്സരരംഗത്ത് നിന്ന് മാറ്റുന്ന രീതിയിലൊക്കെയുള്ള ഒരു പെരുമാറ്റമാണ് ഉണ്ടാകുന്നത്. ഏതായാലും വളരെ ഗുരുതരമായൊരു വിഷയമാണ്. ഈ വിഷയത്തിൽ ഏതായാലും ഇപ്പോൾ രാമകൃഷ്ണൻ അല്പസമയത്തിനുള്ളിൽ തന്നെ പോലീസിൽ പരാതി നൽകും. അതനുസരിച്ച് മറ്റ് നടപടികൾ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. നമ്മൾ ഈ വിഷയത്തിൽ ജംഷീറിനെയും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ഫോണിൽ നമുക്ക് ലഭ്യമായില്ല. പലതവണ വിളിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ കോൾ കണക്ട് ആയില്ല. അദ്ദേഹത്തെ ലഭ്യമായിട്ടില്ല. എന്തായാലും ലഭ്യമാകാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ന്യായീകരിക്കാനൊന്നുമില്ലല്ലോ. ഒരാളെ തട്ടിക്കളയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ന്യായീകരിക്കാൻ വേറെ ഓപ്ഷനൊന്നുമില്ല. നമുക്ക് ആ ഭീഷ്യ സന്ദേശം ഒന്നുകൂടി കേൾക്കാം. ഈ രാമകൃഷ്ണന്റെ പ്രതികരണം കൂടി ലഭ്യമാണ്, അതിലേക്ക് കൂടി. ആവേശപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ പാർട്ടിയെ തോൽപ്പിക്കാൻ പാടില്ല. എനിക്ക് ഇനി നമ്മുടെ പാർട്ടിയൊന്നുമില്ല. പിന്നെ ആകാശത്തും മേലോട്ട് നോക്കിയാൽ ആകാശം കീഴോട്ട് നോക്കിയാൽ ഭൂമി. അത് പറ്റില്ലെന്ന് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്ന കൊള്ളയൊക്കെ ഞാൻ പറയാ. എന്റെ സാഞ്ചേട്ടാ ഒന്ന് പറയണിക്ക് ഇത് തോറ്റാലും ജയിച്ചാലും ഞാൻ ഇനി ഇത് ഏത് ഒടയതമ്പുരാം എന്ന് പറഞ്ഞാലും ശരി, എനിക്ക് വോട്ട് ചിലപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ മാറില്ല. സാക്ഷാൽ ഒടയതമ്പുരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ എന്റെ അപ്പൻ ഒന്നേ ഉള്ളു, അത് വാഴക്കാട്ട് രാഘവനാണ്. എന്നിട്ട് ഞങ്ങൾ തന്നെ നിങ്ങളെ കൊല്ലേണ്ടി വരുമോ? ഞങ്ങൾ തന്നെ നിങ്ങളെ കൊല്ലേണ്ടി വരും. അത് നിങ്ങൾ പറഞ്ഞ ഇപ്പൊ ഇവിടെ ഇവനെ കൊന്നില്ലേ, അവനെ കൊന്നിട്ടുണ്ട്. നമ്മൾ അത് ഇപ്പൊ സ്നേഹത്തോടെ സംസാരിച്ചു. പിന്നെന്താ ഇനി അത് പറ്റില്ലെന്ന്. ഇനി അത് പറ്റില്ലെന്നോ? അതാ സാഞ്ചേട്ടാ എന്താണ് പ്രശ്നം? നിങ്ങൾ എന്നെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞോ. തട്ടിക്കോ. രാമകൃഷ്ണന്റെ പ്രതികരണം കൂടിയുണ്ട്, അതും കൂടി കേൾക്കാം. ഞാനിവിടെ ഈ 18-ാം വാർഡിൽ അഗളി പഞ്ചായത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനായിട്ട് തീരുമാനിച്ചതിൻ്റെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ തന്നെ
മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല പ്രവർത്തകരും വന്നിട്ട് ഒരു ഇതും കൂടാതെ കൊണ്ട് നിങ്ങൾ മത്സരിക്കാൻ പാടില്ല എന്ന് കർശനമായിട്ട് പറയുക. എന്നാൽ 22-ാം തീയതി രാത്രിയിൽ 7:30 CPM-ന്റെ അട്ടപ്പാടി ഏരിയ സെൻട്രലിലുള്ള ജംഷീർ എന്ന് പറയുന്ന സഖാവ് എന്നെ വിളിച്ചിട്ട് ഞാൻ മത്സരിക്കുവാണെങ്കിൽ നിങ്ങളെ വധിക്കും, നിങ്ങളെ കൊല്ലും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടെ സത്യസന്ധമായിട്ടും ഉള്ള രീതിയിലുള്ളൊരു നീതിപൂർവമായിട്ടുള്ളൊരു പ്രവർത്തനത്തിന് ഒരു രീതിയിലും സമ്മതിക്കാത്ത രീതിയിൽ ഒരു മാർക്സിസ്റ്റ് ഗുണ്ടായിസം മാതിരിയാണ് ഇവിടെ ഈ പ്രദേശത്ത് ഇപ്പോൾ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നീതിപൂർവമായിട്ടുള്ള പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാനുള്ള അവസരമുണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ള ഈ ജനങ്ങളും ഭരണാധികാരികളും തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.